നമസ്കാരം. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉന്നം വെച്ചുകൊണ്ട് സ്വർണ്ണക്കടത്തു കേസ് ഉയർത്തി രംഗത്ത് വന്നെങ്കിലും മോദിക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാതെ തന്ത്രപരമായി അന്ന് മൗനം പാലിച്ചിരുന്നു CPM. സാധാരണഗതിയിൽ ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ ചാടിയിറങ്ങി രംഗത്തിറങ്ങുന്ന നേതാക്കൾ പലരും മൗനത്തിലായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ വിമർശനത്തോട് പ്രതികരിച്ചില്ല. പിണറായി വിജയന്റെ മകൾക്കെതിരെ കമ്പനി കാര്യവകുപ്പ് അന്വേഷണത്തിലാണ്. എക്സാലോജിക്കിനെതിരെ നിർണായക വിവരങ്ങൾ കമ്പനി കാര്യവകുപ്പ് കണ്ടെത്തിയെന്നാണ് സൂചന. എക്സാലോജിക് CMRL കരാറിലും ഇടപാടിലും ദുരൂഹതയുണ്ടെന്ന് കമ്പനി കാര്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. തുടർന്ന് വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇതിന് പിന്നാലെയായിരുന്നു മോദി കേരളത്തിലെത്തിയത്. എന്നാൽ മോദി ചിരിച്ച് തിരിച്ചുപോയത് പിണറായിക്കുള്ള പണിയുമായിട്ടാണ് എന്ന് വേണം കരുതാൻ. ഗവർണറുമായുള്ള ഏറ്റുമുട്ടൽ പിണറായി തുറന്നിരിക്കെ കേന്ദ്രസേനയെ ഇറക്കിയിരിക്കുകയാണ് മോദി സർക്കാർ. കേന്ദ്രത്തിനെതിരെ സമരം നയിക്കാൻ CPM ഒരുങ്ങിയതിന് പിന്നാലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായും അനുനയത്തിനില്ലെന്ന സൂചനയും നൽകിയിരുന്നു പിണറായി. ഇപ്പോഴത്തെ പോര് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ തുടരുമെന്നുറപ്പാണ്. ഇതിന്റെ സൂചനയായിരുന്നു ഇന്നലെ 6 മണി വാർത്താ സമ്മേളനവുമായി പിണറായി വിജയൻ എത്തിയതും ചില പഞ്ച് ഡയലോഗുകളുമായി കളം നിറഞ്ഞതും. മറുവശത്ത് പ്രതിപക്ഷത്തെയും നിഷ്പ്രഭരാക്കി CPM വിരുദ്ധരുടെ പ്രിയങ്കരനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാറിക്കഴിഞ്ഞു. SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് റോഡിലിരുന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിഷേധിച്ച സംഭവത്തിന് പിന്നാലെ ഗവർണർക്ക് CRPF കമാൻഡോകളുടെ Z+ സുരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതും രാഷ്ട്രീയമായി ഏറെ പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളുടെ ഗണത്തിൽപ്പെടുത്തിയാണ് ഗവർണർക്ക് കേന്ദ്ര സുരക്ഷ നൽകുന്നതും. നിലവിൽ കേരള പോലീസാണ് ഗവർണർക്ക് സുരക്ഷയൊരുക്കുന്നത്. Z+ സുരക്ഷയാകുന്നതോടെ 55-അംഗ സുരക്ഷാ സേനയ്ക്കാകും ഗവർണറുടെ സുരക്ഷാ ചുമതല. ഇതിൽ 10-ലേറെ കമാൻഡോകളും ഉൾപ്പെടുന്നുണ്ട്. 5-ലേറെ ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ അടങ്ങിയ വാഹനവ്യൂഹവും ഗവർണർക്ക് അകമ്പടി സേവിക്കും. CRPFന് പോലീസിന്റെ അധികാരമൊന്നുമില്ല. ഗവർണറുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവരെ പിടികൂടി കേരള പോലീസിൽ ഏൽപ്പിക്കും. തുടർ നടപടിയെടുക്കുന്നതും കേസെടുക്കുന്നതും പോലീസാണ്. വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്തുകാരനെ കസ്റ്റംസ് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നത് പോലെ തന്നെ കേസെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ CRPFന് അധികാരമില്ല. VIP-യുടെ ജീവന് ഭീഷണിയുണ്ടാകുന്ന സാഹചര്യത്തിൽ തോക്ക് ഉപയോഗിക്കാം. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജോലി വിട്ട് പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച ഗവൺമെന്റ് രീതി CRPFന് നിയമപരമായി സ്വീകരിക്കാനാവില്ല. അതേസമയം ആദ്യഘട്ടമായി 20-അംഗ സംഘത്തെയാണ് ഗവർണറുടെ സുരക്ഷയ്ക്ക് CRPF നിയോഗിച്ചത്. ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷയ്ക്കായി മൊത്തം 65 CRPF ഭടന്മാരുണ്ടാകുമെന്ന് രാജ്ഭവൻ അറിയിച്ചു. ഇതിൽ 41 പേരെങ്കിലും ഒരു ദിവസം ഡ്യൂട്ടിയിലുണ്ടാകും. രാജ്ഭവനിലെ കേരള പോലീസ് കമാൻഡോകളെ ഒഴിവാക്കും. എന്നാൽ ഗവർണർ സഞ്ചരിക്കുമ്പോൾ പൈലറ്റും എസ്കോർട്ടും വഴിയിലെ സുരക്ഷയും പങ്കെടുക്കുന്ന സ്ഥലത്തെ സുരക്ഷയും കേരള പോലീസ് തുടരും. രാജ്ഭവനിലെ കവാടത്തിലും കേരള പോലീസ് ഉണ്ടാകും.